ഹലോ ഗൈസ്, ഞാനെന്നുള്ളത് തൃശ്ശൂർ ജില്ലയിലെ പുന്നയൂർക്കുളം മേഖലയിലുള്ള ആൽത്തറയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രാചീന ആരാധനാലയങ്ങളിലൊന്നായ ഗോവിന്ദപുരം മഹാവിഷ്ണു ക്ഷേത്രത്തിലാണ്. കേരളീയ തനിമയാർന്ന ഗ്രാമീണ പ്രകൃതിയുടെ ശാന്തത ഒത്തിണങ്ങിയ ഈ ക്ഷേത്രത്തിന് ഒരുപാട് സവിശേഷതകളുണ്ട് കേട്ടോ. അപ്പൊ ഈ അമ്പലത്തിന്റെ കുറച്ച് കാര്യങ്ങൾ അറിയാം. ദ്വാപര യുഗത്തിൽ പഞ്ചപാണ്ഡവരിൽ ജ്യേഷ്ഠനായ ധർമ്മപുത്രർ പ്രതിഷ്ഠിച്ച അത്യപൂർവമായ മഹാവിഷ്ണു ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ശ്രീ ഗോവിന്ദപുരം മഹാവിഷ്ണു ക്ഷേത്രം. ഇവിടെ 3 ഭാവത്തിലാണ് ഭഗവാനെ പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. ഉഷപൂജ സമയത്ത് ശ്രീകൃഷ്ണനായും, ഉച്ചാപൂജ സമയത്ത് ശ്രീരാമസ്വാമിയായും, സന്ധ്യാദീപാരാധന സമയത്ത് ഉഗ്ര നരസിംഹമൂർത്തിയായുമാണ് സങ്കല്പം. ഭഗവാൻ ഉഗ്രരൂപത്തിലായതിനാൽ ഭഗവത് ദർശനം പടിഞ്ഞാറ് ദിക്കിലാണ്. ദേവന്റെ ഉഗ്രത ശമിപ്പിക്കുവാനായി ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറേ നടയിൽ വിസ്തൃതമായ ഒരു കുളവുമുണ്ട്. ശ്രീ മഹാഗണപതിയും ഭഗവതിയും ശാസ്താവും ക്ഷേത്രപാലകനും യോഗീശ്വരനും നാഗങ്ങളുമാണ് ഇവിടുത്തെ ഉപദേവ പ്രതിഷ്ഠകൾ. ഇവിടെ മംഗല്യപൂജ ധാരാളമായി നടക്കുന്നു എന്നുള്ളതാണ് ഈ ക്ഷേത്രത്തിന്റെ എടുത്തു പറയാവുന്ന സവിശേഷത. ഇവിടുത്തെ ഗണപതി ഭഗവാന് മംഗല്യപൂജ വഴിപാടുണ്ട്. ആ വഴിപാട് നടക്കുന്നത് എല്ലാ മലയാള മാസവും വെളുത്ത പക്ഷത്തിലെ ചതുർത്ഥി ദിവസമാണ്. മകരമാസത്തിലെ അവിട്ടം നക്ഷത്രമാണ് ഭഗവാന്റെ പ്രതിഷ്ഠാ ദിനമായി കണക്കാക്കി കലശ ചടങ്ങുകളോടെ ആചരിച്ചു വരുന്നത്. അതുപോലെ തന്നെ വൈശാഖ മാസത്തിലെ ശുക്ലപക്ഷ ഏകാദശിയിലാണ് ക്ഷേത്രത്തിലെ വാർഷിക ഉത്സവം ആഘോഷിക്കുന്നത്. ഇവിടുത്തെ പ്രധാന വഴിപാട് എന്ന് പറയുന്നത് പാൽപ്പായസം, തുളസിമാല, നെയ്വിളക്ക് എന്നിവയൊക്കെയാണ്. ഇവിടെ വന്ന് തൊഴുന്നത് ഗുരുവായൂർ അമ്പലത്തിൽ തൊഴുന്നതിന് തുല്യമാണെന്നാണ് പറയുന്നത്. കേരളീയ ശൈലിയിലുള്ള ശ്രീകോവിലും ചുറ്റമ്പലവും അതുപോലെ തന്നെ ക്ഷേത്രത്തിനോടനുബന്ധിച്ചുള്ള ആൽത്തറയും പരിസരവും പ്രകൃതിരമണീയവും ശാന്തവും നിറഞ്ഞതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ അമ്പലത്തിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഓക്കെ, ബൈ, അടുത്ത വീഡിയോയിൽ കാണാം.